നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനുവാദമില്ലാതെ ഈ വീടിന്റെ അകത്തേക്ക് വരരുത്. ഇതൊക്കെ സമ്മതമാണെങ്കിൽ തനിക്ക് ഇവിടെ ജോലിക്ക് വരാം. സമ്മതമാണ് സാറേ, എനിക്ക് 100 വട്ടം സമ്മതമാണ്. മതി, ഇത്ര മാത്രം മതി എനിക്ക് സാറേ. സ്വന്തം കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച വ്യക്തിയാ ഇയാള് പറയുന്നൊന്നും അച്ഛൻ വിശ്വസിക്കരുത്. എടോ, നിയമപരമായിട്ടാണ് തന്റെ കുഞ്ഞിനെ ഞങ്ങൾ ദത്തെടുത്തിരിക്കുന്നത്. ഇപ്പൊ ആ കുഞ്ഞിന്റെ അവകാശം ഞങ്ങൾക്കാ. താൻ വേഗം സ്ഥലം വിടാൻ നോക്ക്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എന്റെ കുഞ്ഞിനെ ദത്തെടുത്തത് ഞാൻ പത്രത്തിൽ വായിച്ചാണ് അറിഞ്ഞത്. ഞാനിപ്പോ വന്നത് ഒരു അവകാശവും പറയാനല്ല, ആ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാനുമല്ല. ആ കുഞ്ഞിനെ നിങ്ങൾ തന്നെ വളർത്തിക്കോളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ എല്ലാവരും മനസ്സ് കാണിക്കണം. അതിനു മുമ്പ് എന്നെ ഇറക്കി വിടരുത്. തനിക്ക് എന്താ പറയാനുള്ളത്? എന്റെ ഭാര്യയുടെ മരണം എന്റെ സമനില ആകെ തെറ്റിച്ചു. കുഞ്ഞിനെ കൂടി നഷ്ടപ്പെട്ടപ്പോ ഞാൻ ഭ്രാന്ത് പിടിച്ച് നാട് വിട്ടതാ. നഷ്ടപ്പെട്ടതല്ലോ, അതിനെ കൊല്ലാൻ വേണ്ടി കാട്ടിക്കൊണ്ട് കളഞ്ഞതല്ലേ? ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്തു പോയി. ആ സമയത്ത് എനിക്ക് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും അറിയാനുള്ള മാനസിക നില ഉണ്ടായിരുന്നില്ല. ഭ്രാന്ത് പിടിച്ച പോലെ ഞാൻ എങ്ങോട്ടോ പോയി, ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു. ഒടുവില് പത്രത്തിൽ നിന്നാണ് ഈ വിവരമെല്ലാം ഞാൻ അറിഞ്ഞത്. പിന്നെ എന്തിനാ ഇപ്പൊ വന്നത്? എന്റെ കുഞ്ഞ് സൗഭാഗ്യത്തോടെ ഈ വീട്ടിൽ നിങ്ങളുടെ മകളായി വളരുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. അതിനുള്ള ഒരവസരം മാത്രം എനിക്ക് തന്നാ മതി. എനിക്ക് വല്ലപ്പോഴും എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതി. അതിന് ഞാൻ എന്തു വേണമെന്നാ ശിവരാമൻ പറയുന്നത്? ആ പഴയ ഡ്രൈവറുടെ ജോലി എനിക്ക് തന്നാ മതി സാറേ. ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങനെ വന്നാ എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാമല്ലോ. ഇയാൾ ഈ പറയുന്നത് മുഴുവൻ കള്ളത്തരവാ. ഇയാൾ തിരിച്ചു വന്നത് ആതിരയുടെ കയ്യിലുള്ള ഇയാളുടെ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകാനായിരിക്കും. അതിനുവേണ്ടി ഇവിടെ കയറിപ്പറ്റാനാ ഈ ഡ്രൈവർ ജോലി ചോദിക്കുന്നത്. നടന്നതെല്ലാം ഇയാൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞ അതോടെ എന്റെ ഇവിടുത്തെ ജീവിതം തീരും. കുഞ്ഞിന്റെ പേരിൽ ഒരു അവകാശവാദത്തിനും വരില്ല. എന്റെ കുഞ്ഞല്ലേ, അത് സന്തോഷത്തോടെ ജീവിക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആ കുഞ്ഞെല്ലാ സൗഭാഗ്യത്തോടെ ജീവിക്കില്ലേ, അതെനിക്കറിയാം. അത് ദൂരെ എന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക്. അച്ഛാ, ഇയാള് പറയുന്നൊന്നും വിശ്വസിക്കില്ലേ. സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്ന ദ്രോഹിയാ അയാള്. ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കാട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്തു. അത്രയ്ക്ക് ദുഷ്ടനായ ഇയാളെ വീണ്ടും ഇവിടെ ജോലിക്ക് വെക്കരുത്. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാനല്ല എന്റെ ഭാര്യയെ കൊന്നത്, ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാ. എന്നാലും അതിനുത്തരവാദി ഞാൻ തന്നെയാ. എന്റെ വിധിയെന്ന് മാത്രമേ ഞാനിപ്പോ കരുതുന്നുള്ളൂ. അല്ലാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സംഭവിച്ചു പോയി. സാർ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ. ഇതെന്റെ അവസാനത്തെ ആശ്രയം. ഇവിടെ തന്നെ ഇറക്കി വിട്ട ആത്മഹത്യ ചെയ്യുക മാത്രമേ എനിക്ക് വഴിയുള്ളൂ. ഇയാൾ അഭിനയിച്ച് തകർക്കുകയാണല്ലോ. അച്ഛൻ ഇയാളെ ഇവിടെ നിൽക്കാൻ അനുവദിച്ച അതെനിക്കൊരു ഭീഷണിയാവും. ശിവരാമ, എനിക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. താൻ പോയിട്ട് പിന്നെ വാ. അയ്യോ സാറേ, എന്നെ അങ്ങനെ ഒഴിവാക്കി വിടല്ലേ. സാറും കൂടെ കൈവിട്ട പിന്നെ ഞാൻ മരിക്കും. എനിക്ക് വേറെ വഴിയില്ല. എന്നെ കൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഞാൻ സാറിന്റെ കാല് പിടിക്കേ. താൻ എന്തൊക്കെയാ ഈ കാണിക്കുന്നത്? എഴുന്നേക്ക്. ജീവിതത്തിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത എന്റെ സങ്കടം സാറ് മനസ്സിലാക്കണേ. ദയവേത് സാർ എന്നെ കൈവിടല്ലേ. തന്നെ എനിക്ക് വിശ്വസിക്കാമോ? അയ്യോ, സാറിന് എന്നെ വിശ്വസിക്കാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ആ കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ട് പോകാനാ? അതിനെ ഇനി നല്ല രീതിയിൽ വളർത്താൻ എനിക്ക് കഴിയും.
ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ അതിനെനിക്ക് കഴിയുമോ? അതിനേക്കാൾ നല്ലത് സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടി ആ കുഞ്ഞിവിടെ വളരുന്നത് ദൂരെ നിന്ന് കാണുന്നതല്ലേ സർ നല്ലത്? എനിക്കത് മതി. വളരുമ്പോ എന്റെ കുഞ്ഞാണെന്ന് അവൾ അറിയ പോലും വേണ്ട. ഈ വീട്ടിൽ ഒരു ജോലിക്കാരനാണെന്ന് എന്റെ മോളങ്ങ് കരുതിക്കോളും. എനിക്കതിലൊരു വിഷമമില്ല സാറേ. ദൂരെ നിന്ന് എന്റെ കുഞ്ഞിനെ കാണാനുള്ള അനുവാദം, അത് മാത്രം മതി. ഇയാൾ പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നാളെ എപ്പോഴെങ്കിലും ആ കുഞ്ഞിനോട് ഞാനാണ് നിന്റെ അച്ഛന്ന് ഇയാൾ പറഞ്ഞാലോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല സാറേ. ഞാൻ അങ്ങനെ പറയത്തില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ഈ വീട്ടിൽ വളരുന്ന കുഞ്ഞത് വിശ്വസിക്കോ സാറേ? ഒരിക്കലും ഇല്ല. ഞാനൊരു ജോലിക്കാരനാണെന്ന് മാത്രമേ കരുതൂ. ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ ഈ വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി ജീവിച്ചോളാം സാറേ. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് സാറിന് തോന്നിയ ആ നിമിഷം സാർ എന്നെ പറഞ്ഞു വിട്ടോളൂ. ഞാൻ ഇവിടുന്ന് സന്തോഷത്തോടെ പൊക്കോളാം. സാർ എന്നെ ഇപ്പൊ ഒഴിവാക്കരുത്. എന്റെ കുഞ്ഞിനെ കാണാനുള്ള ഒരു അവസരം അത് സാർ എനിക്ക് നിഷേധിക്കരുത്. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാം. ഇപ്പൊ ഈ പറഞ്ഞതിന് വിരുദ്ധമായി തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. മനസ്സിലായോ? താൻ തന്റെ വീട്ടിൽ പോയി കിടന്നോണം. രാവിലെ ജോലിക്ക് വന്നിട്ട് വൈകുന്നേരം സ്ഥലം വിട്ടോണം. അനുവാദമില്ലാതെ ഈ വീടിന്റെ അകത്തേക്ക് വരരുത്. ഇതൊക്കെ സമ്മതമാണെങ്കിൽ തനിക്ക് ഇവിടെ ജോലിക്ക് വരാം. സമ്മതമാണ് സാറേ. എനിക്ക് 100 വട്ടം സമ്മതമാണ്. മതി, ഇത്ര മാത്രം മതി എനിക്ക് സാറേ. അച്ഛാ, അയാളെ വിശ്വസിക്കാവോ? അയാളുടെ ഉദ്ദേശം വേറെയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അയാൾക്ക് ജോലി കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നു വേണ്ടത്. മോളെ, കുറച്ചു ദിവസം ആ കുഞ്ഞിനെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോ അർച്ചന എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതല്ലേ? ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവൾ എന്തുമാത്രം വിഷമിച്ചു. അപ്പോ അയാളുടെ സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ അയാൾക്ക് എത്രമാത്രം വിഷമം കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.